രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. എൻ്റെ പേര് കുരുവിള വർഗീസ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവും സ്വന്തം ജനവുമാകുമെന്ന വിഷയത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിലെ പൗരോഹിത്യവും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യവും താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഒരു പഠന വിഷയമാണ് ഇപ്പോൾ നാം തുടർന്നു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വന്ദനം, എല്ലാവർക്കും സ്വാഗതം. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കാണുന്ന 6 വിധ യാഗങ്ങളിൽ 5-ാമത്തെ യാഗമാകുന്ന അകൃത്യയാഗത്തെ സംബന്ധിച്ചാണ് നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു സകല യാഗങ്ങളെയും നിറവേറ്റിയ കൂട്ടത്തിൽ അകൃത്യയാഗവും നിറവേറ്റി തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി. അതിനെ സംക്ഷിപ്തമായി വിവരിച്ച് പഠിക്കുകയാണ് നാം ഇപ്പോൾ ചെയ്യുന്നത്. തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ തനിക്ക് ലഭിച്ച പ്രതിഫലങ്ങളിൽ ഒന്ന് അവൻ തൻ്റെ സന്തതിയെ കാണും എന്ന പ്രവചനത്തിൻ്റെ നിഴലാകുന്നു. അതിൽ പഴയ നിയമത്തിലെ ഉദാഹരണവും പുതിയ നിയമത്തെ പൊരുളായ സത്യവും ഗ്രഹിക്കാം. 1. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഗ്രഹിപ്പാൻ കഴിയും. ഇസ്രായേൽ യോസേഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. കാരണം നാടുവിട്ട് പോയിട്ട് ഇപ്പോൾ 13, 7, 20, 3, 23 സംവത്സരം കഴിഞ്ഞു. നാടുവിട്ടത് 17-ാമത്തെ വയസ്സിൽ, കാരാഗ്രഹവാസം 13 വർഷം, ഫറവോന്റെ മുന്നിൽ നിൽക്കുമ്പോൾ 30 വയസ്സ്, ദേശത്തിൽ സമൃദ്ധിയായ വിളവിൻ്റെ 7 വർഷം, അത് കഴിഞ്ഞിട്ട് സമൃദ്ധിയുടെ വർഷം 7 വർഷം, അതിൽ സമൃദ്ധിയുടെ 7 വർഷം കഴിഞ്ഞുള്ള ക്ഷാമകാലം 7-ാമത്തെ സംവത്സരത്തിൻ്റെ ഏകദേശം അർദ്ധഭാഗത്തെത്തുമ്പോഴായിരിക്കാം യാക്കോബ് പുത്രന്മാരെ ധാന്യം കൊള്ളേണ്ടതിനു വേണ്ടി മിസ്രൈമിലേക്ക് അയച്ചത്. അപ്പോൾ 17, 13, 30, 7 വർഷം സമൃദ്ധി, 7 വർഷം ക്ഷാമം, അതിൽ 3.5 എടുത്താൽ മതി. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. 37.5 വർഷത്തിൽ 17 ഒഴികെയുള്ള 20 വർഷത്തിൽ കൂടുതൽ യാക്കോബ് യോസഫിനെ കണ്ടിട്ടില്ല. തനിക്കുണ്ടായ മക്കളെക്കുറിച്ച് തനിക്കൊരു വിവരവുമില്ല. ഇന്നത്തെ പോലെ പോസ്റ്റൽ മാർഗമോ എമർജൻസി മെയിലിംഗ് സിസ്റ്റമോ ഫേസ്ബുക്ക് പരിപാടിയോ വാട്സാപ്പ് കോളോ ഫോൺ പരിപാടിയോ ഒന്നും അന്നില്ലല്ലോ. അതുകൊണ്ട് യാക്കോബിൻ്റെ മുൻപിൽ യോസേഫ് തൻ്റെ പുത്രന്മാരെയും കൊണ്ട് ചെന്നപ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ് നാം പഠിക്കുന്നത്. എന്ത്? യാക്കോബ് ചോദിക്കുകയാണ്, ഇവർ ആർ? അപ്പോൾ യോസേഫ് കൊടുത്ത ഉത്തരം, ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കും എന്നും യാക്കോബ് യോസേഫിനോട് പറഞ്ഞു. അനന്തരം യാക്കോബ് യോസേഫിനെ അനുഗ്രഹിച്ചു. യാക്കോബ് യോസേഫിൻ്റെ അപേക്ഷ പ്രകാരം മക്കൾ ഇരുവരുടെ മേലും കൈകളെ വെച്ച് അനുഗ്രഹിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ഉൽപ്പത്തി പുസ്തകം 48-ന്റെ 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. തുടർന്ന് നാം ഇവിടെ ദർശിച്ച നിഴലായ സംഭവത്തെ പൊരുളായി നിവർത്തിക്കപ്പെടുന്നതെങ്ങനെ, നിവർത്തിപ്പാനിരിക്കപ്പെടുന്നതെങ്ങനെ എന്ന് യെശയ്യാവിൻ്റെ പ്രവചനം വായിച്ച് പ്രവചനം കാണുക. വീണ്ടും സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, എൻ്റെ ശിഷ്യന്മാരുടെ സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉപദേശം മുദ്രയിടുക. ഞാനോ യാക്കോബ് ഗ്രഹത്തിന് തൻ്റെ മുഖം മറച്ചു കളഞ്ഞു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേൽ അടയാളങ്ങളെയും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിറവേറൽ കാണുക. ഈ മുകളിൽ കണ്ട 2 ഭാഗങ്ങളും, അതായത് യെശയ്യാ പ്രവചനം 48-ന്റെ 8 മുതൽ 20 വരെയും 8-ാം അധ്യായം 16 മുതൽ 18 വരെയും 2 വേദഭാഗങ്ങൾ നാം വായിച്ചു. ഇനിയും അതിൻ്റെ നിറവേറൽ. അത് നിമിത്തം ഞാൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും
ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയും. നോക്കുക, പഴയ നിയമത്തിൽ 2 വേദഭാഗങ്ങളിൽ കണ്ട ഉൽപ്പത്തി പുസ്തകം 48:8 മുതൽ 20, യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും ആധാരമാക്കി അത് നിറവേറപ്പെടും എന്ന് വിശുദ്ധ പൗലോസ് തന്നെ എബ്രായർക്ക് എഴുതിയ 2:12-ലും 13-ലും നിറവേറലായി വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട വെളിപ്പാട് 14-ാം അധ്യായം 1 മുതൽ 5-ാമത്തെ വാക്യങ്ങളിൽ നിറവേറിയിരിക്കുന്നു. ഈ സംഭവവും പ്രവചനവും നിറവേറുന്നത് ദൈവപുത്രൻ്റെ യാഗ നിർവഹണത്തിൽ കൂടെ പാപങ്ങളും അകൃത്യങ്ങളും മോചിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം ഉൽപ്രാപണം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ കാണുന്നത് പോലെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് സ്വർഗ സിയോനിൽ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുമ്പോഴാകുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലും യെശയ്യാ പ്രവചനത്തിലും കാണുന്ന പ്രവചനം നിറവേറലമെണ്ണം സ്വർഗത്തിൽ ശുഭ്രവസ്ത്രധാരികളായി എത്തുന്ന മേഘം പോലുള്ള സാക്ഷികളുടെ വലിയ കൂട്ടത്തെ കണ്ടിട്ട് പിതാവായ ദൈവം പുത്രനോട് ചോദിക്കും, ഇവർ ആരാകുന്നു? അവിടെ പുത്രനായ ക്രിസ്തു പരസ്യമായി പറയും, അതാണ് എബ്രായർ 2:12-ലും വെളിപ്പാട് 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും നിറവേറലായി കാണുന്നത്. 6-ാമത്, ആകൃത്യയാഗമൃഗത്തിൻ്റെ ഉരിക്കപ്പെട്ട തോൽ യാഗം അർപ്പിക്കുന്ന പുരോഹിതനിരിക്കണം എന്നതുപോലെ, ഒരിക്കൽ കൂടെ പറയാം, അകൃത്യയാഗത്തിൻ്റെ മൃഗത്തിൻ്റെ തോലുരിച്ചിട്ട് അത് അർപ്പിക്കുന്ന പുരോഹിതനിരിക്കണം, അത് അവൻ്റെ ഓഹരിയാകുന്നു. ലേവ്യ പുസ്തകം 7:8. ദൈവകുഞ്ഞാടാകുന്ന പുത്രൻ്റെ അങ്കി തുന്നൽ ഇല്ലാതെ മേൽ തൊട്ട് അടിയോളം നെയ്തെടുത്തത്, വിത്തൗട്ട് സീം വുവൻ ഫ്രം ടോപ്പ് ത്രൂ ഔട്ട്, ഒരു ഭാഗത്തും സൂചി കുത്തിയിറക്കി തയ്ച്ച പാടില്ല. അതുപോലെ തുന്നിയെടുത്ത ഒരു വിശേഷ വസ്ത്രം ചീട്ടിട്ട് ഒരുവൻ എടുക്കുകയും അതിൻ്റെ വില കണക്കാക്കി മുറിച്ച് കീറിക്കളയാതെ അതിൻ്റെ വില കണക്കാക്കി 4 പേർക്ക് വിഭജിച്ച് കൊടുക്കുകയും ചെയ്തു. നിറവേറൽ നോക്കുക, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. ദൈവപുത്രൻ്റെ നിഴലായി പല വ്യക്തികൾ പഴയ നിയമത്തിലുണ്ട്. നിഴലായി അതിലേറ്റവും പരമഗണ്യനായിരിക്കുന്നത് ദൈവപുത്രൻ്റെ നിഴലായിരിക്കുന്ന യോസേഫ് തന്നെ. തെളിവ് നോക്കുക, ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും യോസേഫിൻ്റെ പിതാവായ യാക്കോബ് കർത്താവായ യേശുക്രിസ്തുവിന് പൊരുളായി ലഭിച്ച വസ്ത്രം പോലെ ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 37:3. ദൈവപുത്രൻ്റെ അങ്കി അവർ ഊരിയെടുത്തതുപോലെ യോസഫിൻ്റെയും നിലയങ്കി തൻ്റെ സഹോദരന്മാർ ഊരിയെടുത്തുവല്ലോ. ഉൽപ്പത്തി 37:23. ദൈവപുത്രൻ്റെ വസ്ത്രം അവർ പകുത്തെടുക്കുമെന്നും അങ്കിക്കായി ചീട്ടിടുമെന്നും ദാവീദ് മുഖാന്തരം ദൈവപുത്രൻ്റെ ക്രൂശീകരണത്തിന് 1000 സംവത്സരങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പ്രവചനം അതോടുകൂടെ നിറവേറി. 2 വാക്യങ്ങൾ നിങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:18 പ്രവചനം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:34 നിറവേറൽ. 7-ാമത്, ദൈവപുത്രനെ അവർ അധർമ്മികളുടെ, അതായത് അകൃത്യാഗം അർപ്പിക്കേണ്ടുന്ന അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. മത്തായി സുവിശേഷം 27-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ അധർമ്മത്തിനു വേണ്ടി കൊല്ലപ്പെടേണ്ടവരുടെ കൂട്ടത്തിൽ കർത്താവിനെ എണ്ണി. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. കർത്താവിനോടുകൂടി ഒരുത്തനെ വലത്തും മറ്റൊരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു, അവർ കള്ളന്മാരായിരുന്നു എന്ന് മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 27:38-ലും 44-ലും മർക്കോസ് 15-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലും എഴുതിയിരിക്കുന്നു. മലയാള പരിഭാഷയിൽ കള്ളന്മാരെന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് പരിഭാഷയിൽ, വിശേഷാൽ കിങ് ജെയിംസ് വേർഷനിൽ, തീവ്സ്, റോബേഴ്സ് എന്നീ 2 പദങ്ങൾ അഥവാ മോഷ്ടാക്കളെന്നും കൊള്ളക്കാർ, പിടിച്ചുപറിക്കാർ എന്നൊക്കെ അർത്ഥം വരുന്ന ഭാഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ
ഗ്രീക്ക് ഭാഷയിൽ അവർ രണ്ടുപേരെയും വിശേഷിപ്പിച്ചിരിക്കുന്നത് ബണ്ഡിറ്റ് എന്നാണ്. BANDIT. പണ്ഡിതന്മാരല്ല, ബണ്ഡിറ്റ് എന്നത്രേ. ഈ വാക്കിനെ അടിച്ചു പറിക്കുന്നവർ, പിടിച്ചു പറിക്കുന്നവർ, കൊള്ള ചെയ്യുന്നവർ, കൊലപാതകന്മാർ എന്നൊക്കെയാണ് അർത്ഥം. ഒരു വിധത്തിൽ ദൈവപുത്രൻ ഒരു ആത്മീയ പിടിച്ചുപറിക്കാരൻ തന്നെയാണ്, കൊള്ളക്കാരനും തന്നെയാകുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഞാനീ പറയുന്നത് ശ്രദ്ധിക്കണം. കർത്താവ് കള്ളനെന്നും കൊള്ളക്കാരനെന്നുമല്ല, ആത്മീയമായി. അതിനാധാരമായ ചില വേദവാക്യങ്ങൾ ഇവിടെ വായിക്കട്ടെ. ബലവാനോട് അവൻ്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകൻ്റെ കയ്യിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബലവാൻ ബന്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകനെ കവർച്ച ചെയ്യുകയും അവൻ്റെ കയ്യിൽ നിന്ന് എളിയവരെ വിടുവിക്കുകയും ചെയ്യാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും, നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. യെശയ്യാപ്രവചനം 49:24. വിശുദ്ധന്മാർ ഗ്രഹിക്കണം, നാം എല്ലാവരും പാപം ചെയ്യുന്നവർ പാപത്തിൻ്റെ അടിമകളായിരുന്നു. സകല ലോകവും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. നാം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മക്കളാകുന്നു എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, 1-ാമത്തെ അധ്യായത്തിൽ. അങ്ങനെ പിശാചിൻ്റെ അധികാരത്തിൻ്റെ എല്ലാ വശങ്ങളെയും തകർത്തുകൊണ്ട് അവൻ ബലവാനായിരിക്കുമ്പോൾ തന്നെ അവനിലും ബലവാനായ കർത്താവ് അവൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിച്ചു, നമ്മെ രക്ഷിച്ചു. അപ്പോൾ സാരാംശത്തിൽ ആരെ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചു പറിച്ചു എന്നാണ്. ഇനിയും നമ്മൾ പഠിക്കുന്നത് ജ്ഞാനി സദൃശ്യവാക്യങ്ങൾ 9:1, മത്തായി 11:19, ലൂക്കോസ് 7:35, കൊരിന്ത്യരുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഇവിടെയെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ജ്ഞാനമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനം തനിക്കൊരു വീട് പണിതു, ജ്ഞാനം തൻ്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പും വിശുദ്ധീകരണവും ജ്ഞാനവുമായി തീർന്നിരിക്കുന്നു. വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിൻ്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 21:2. ഇത് തന്നെയല്ലേ കർത്താവ് അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്? സമുദായ ബന്ധനത്തിൽ നിന്ന്, സംഘടനാ ബന്ധനത്തിൽ നിന്ന് സത്യം അറിയുവാൻ താല്പര്യപ്പെടുന്നവരെ കയറി അവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവരികയല്ലേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത്? അവർ ബലവാന്മാരെന്ന് ചിന്തിച്ചു കോട്ട കെട്ടി കാക്കുന്നത് പോലെ കാക്കപ്പെട്ട നമ്മളെ കർത്താവ് അവൻ്റെ കോട്ടകളെ തകർത്ത് പുറത്തു കൊണ്ടുവന്നില്ലേ? എത്ര അത്ഭുതകരമായ പ്രവർത്തനം. 3-ാമത്, യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. വാഗ്ദത്തം പ്രാപിച്ച ദൈവമക്കളെ പൈശാചികനായിരുന്ന ഫറവോന്യ ശക്തിയുടെ കയ്യിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയുടെ ചോരത്തളുപ്പിനാൽ വിടുവിച്ചതുപോലെ നാസറായനെ യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിൻ്റെ പരിശുദ്ധ രക്തചിന്തൽ മുഖാന്തരം നമ്മെ ദൈവം രക്ഷിച്ചു, ഇനിയും രക്ഷിക്കുകയും ചെയ്യും. യിരെമ്യാപ്രവചനം 31:11. അവൻ കോട്ടയ്ക്ക് നാശം വരുത്തുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു. ദൈവം തൻ്റെ ശക്തിയുള്ള വചനം അയച്ച് പൈശാചിയൻ ഓരോ വ്യക്തിക്ക് ചുറ്റും കോട്ട കെട്ടി കാക്കുന്നത് പോലെ കാക്കുമ്പോൾ അവന് നാശം വരത്തക്കവണ്ണം ആ ബലവാനായ പിശാചിൻ്റെ മേൽ ദൈവം നാശം വിതയ്ക്കുന്നു. സ്തോത്രം. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ ആകാശത്തിൽ കൂടെ പോകുന്ന വിമാനങ്ങളുടെ ഘടിപ്പിക്കപ്പെട്ട നശീകരണ വസ്തുക്കൾ വീണ് അവിടുത്തെ കോട്ടകൾ, ഗോപുരങ്ങൾ, അവിടുത്തെ വഴികൾ, അവിടുത്തെ വീടുകളെല്ലാം നശിപ്പിക്കുന്നത് പോലെ പൈശാചികൻ്റെ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം ദൈവം നാശം മിന്നിക്കുന്നു. ഗോപുരത്തിങ്കൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യും. ദൈവത്തോട് ഈ പിശാചിനുള്ള വൈരാഗ്യം, പൈശാചികൻ്റെ സേനയിൽപ്പെട്ട വ്യക്തികൾക്കുള്ള വൈരാഗ്യം, മത സംഘടന വ്യക്തികൾക്കുള്ള വൈരാഗ്യമാണ് ആമോസ് 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കുക, ഇതിൻ്റെ നിറവേറൽ തിരുവചനത്തിൽ വളരെയുണ്ട്. അത് പഠിക്കുന്നതിന് മുമ്പ് എളിയവനെയും ദരിദ്രനെയും കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. 35-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. ചുരുക്കി പറഞ്ഞാൽ 2 കള്ളന്മാരുടെ ബണ്ഡിറ്റുകളുടെ നടുവിൽ കർത്താവിനെ ക്രൂശിച്ചു. അതിൽ നിന്ന് ഒരുവനെ കർത്താവ് രക്ഷയിലേക്ക് നടത്തി. പൈശാചികൻ്റെ കയ്യിൽ നിന്നും
കള്ളന്മാരുടെ കവർച്ചയിൽ നിന്നും അവൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും അവനെ വീണ്ടെടുത്തതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പം കള്ളന്മാരെ ക്രൂശിക്കുന്നതിന് നടുവിൽ കർത്താവിനെ ക്രൂശിച്ചതിൻ്റെ വിധിയിൽ മുൻപിൽ ദൈവം ആയവൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തതിന് പിന്നിൽ ഒരു ഇഷ്ടം, ഒരു ഹിതം ആ കള്ളനെയും രക്ഷിക്കുവാനായിരുന്നു. മറ്റവനും രക്ഷ പ്രാപിക്കാമായിരുന്നു. പക്ഷേ അവൻ്റെ പാപത്തിൽ മരിച്ചു. ഒരു കള്ളൻ പാപം ഏറ്റുപറഞ്ഞു മരിച്ചു, മറ്റവൻ യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. 3 പേരും മരിച്ചു. 2 പേർ കാലൊടിക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു കാലൊടിക്കപ്പെടാതെ ക്രൂശിക്കപ്പെട്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവൃത്തി തീർത്തു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് സുവിശേഷം 3:27 വരാം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കവർന്ന് അവൻ്റെ കോപ്പ് കവർ ചെയ്യുവാൻ ആർക്ക് കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. അടുത്ത പദം അല്പം കൂടെ ഗ്രാഹ്യകരമാണ്. യവനന്മാർക്ക് എഴുതിയ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. ബലവാൻ ആയുധവർഗം ധരിച്ച് അവൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ, അപ്പം ബലവാൻ പിശാചാണ്, അവനിലും ബലവാനായവൻ യേശുക്രിസ്തുവാണ് വന്ന് അവനെ ജയിച്ചു. എങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന ആയുധവർഗം പിടിച്ചു പറിച്ച് അവൻ കൊള്ള പകുതി ചെയ്യുന്നു. ഒരു അർത്ഥം ഗ്രഹിക്കണം, മർമ്മം ഗ്രഹിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 21 22 വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. ഈ ഭൂമി മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ ഇരിക്കുന്നു എന്ന് ദൈവപുത്രൻ തന്നെ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ആദാമിൽ നിന്നും കവർ ചെയ്ത ആയുധവർഗം ധരിച്ചുകൊണ്ടാണ് അവൻ ഇത് ചെയ്തു വന്നത്. എന്നാൽ യേശുക്രിസ്തു എന്ത് ചെയ്തു? അവനെ പിടിച്ചു കെട്ടി പിശാചിൻ്റെ തല തകർത്തു. അവൻ്റെ കയ്യിൽ നിന്ന് അവൻ ആശ്രയിച്ചിരുന്ന ആയുധവർഗം കവർന്നെടുത്ത് തൻ്റെ സഭയാകുന്ന വിശുദ്ധന്മാർക്ക് പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ആയുധവർഗത്തിൻ്റെ ശക്തിയും ബലവും എന്താണെന്ന് നന്നായി അറിയാവുന്ന പിശാചിന് നാം വഹിച്ചിരിക്കുന്ന ആയുധവർഗത്തിൻ്റെ ശക്തി നന്നായി അറിയാം. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവപുത്രൻ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തനാണ്. തോൽവിക്കല്ല, ജയത്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം അതിനാവശ്യമായ കൃപ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം. അവരുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണം. അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ. ഈ ശുശ്രൂഷയും അനുഗ്രഹിക്കണമേ എന്ന് പുത്രൻ്റെ ധന്യനാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.